കാണിക്കണ ബാറ്റ് വെച്ചിട്ടാണോ തേങ്ങ വിളിക്കുക? എടാ ഈ ബാറ്റ് കൊണ്ട് ബോളുണ്ടോ അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ തേങ്ങ കടയിലൊന്ന് അടിച്ചോട്ടെ. ഓരോരുത്തന്മാരെ കളിക്കാൻ കൊണ്ടുവന്നിട്ട് എടാ അനന്തു, എടാ ദുബായ് ചെല്ലുമ്പോ എന്നെ ഓർക്കണേ, എനിക്കുള്ള വിസ അയച്ചു തരണം കേട്ടാ. ദുബായാ? അവിടെ ബാറ്റ് ചെയ്യല മനുഷ്യ. അവനിപ്പോ ബാറ്റ് കൊണ്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ അറബിക്കളിൽ ചെല്ലും. കളിക്കാം. എന്റെ പൊണ്ടെണ്ണ, ഇങ്ങനെ നിങ്ങൾ കളിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കല്ലേ? പ്രഷറോ? അല്ല, പ്രഷർ കൊടുക്കല്ലേന്ന്. അവരവരുടെ ഇഷ്ടത്തിന് കളിക്കട്ടേന്ന്. സോറിടാ, എന്റെ തെറ്റാ. എന്തൊരു മനുഷ്യൻ, നിങ്ങൾ പറഞ്ഞു നിൽക്കുന്നു മനസ്സിലാവത്തില്ല. ആ ബാറ്റ് നമ്മുടെ ടീമല്ലടാ. അല്ല, അവ ഔട്ടായാലല്ലേ എനിക്ക് ബാറ്റ് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓ, നീ കൊറേ നേടുന്നുണ്ട് കേട്ടാ. ഞാൻ എന്റെ മണി നോക്കട്ടെ, വൈകിട്ട് വീട്ടിൽ ചമ്മന്തി ആയിരിക്കും. ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ കളിക്കാൻ വരുന്നതാണോ അത് ഈ ചക്കയും മാങ്ങി തേങ്ങ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വരുന്നതാണോ? ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഓഫ് കോഴ്സ്. നീയൊക്കെ ഇന്ന് വരെ എനിക്കിത് കളിച്ചിട്ട് ഒരു കപ്പ് മേടിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഓട്ട് ഒരു സോപ്പ് പൊട്ടിയാലും മേടിച്ചു തന്നിട്ടുണ്ടോ? എടാ ഈ ചക്കയും മാങ്ങയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുന്നറിയോ? ഇതൊക്കെ ഞാൻ കളിച്ചുണ്ടാക്കിയതാണ്. അത്രയ്ക്ക് ഗതികെട്ട ഒരു ക്യാപ്റ്റനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടാ? സംഭവം പറയുമ്പോ സഞ്ജു സാംസന്റെ കൂടെ പഠിച്ച് കളിച്ചു വന്ന ആളാത്ര. ഇപ്പൊ സഞ്ജു എവിടെ ഇരിക്കണേ, ഇയാളെ എവിടെ ഇരിക്കണേ? സഞ്ജു സാംസന്റെ പേര് മാത്രം ഇവിടെ ഉച്ചരിച്ചു പോരുത്. അതെന്താ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരല്ലേ? ഒരുമിച്ച് പഠിച്ചൊക്കെ ആയിരിക്കും. അന്ന് പറഞ്ഞ ആ പേര് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. സത്യം പറയേ, നിങ്ങൾക്ക് അസൂയല്ലേ? ഉള്ളത് പറഞ്ഞോ, എനിക്ക് അസൂയാടാ. നിനക്കൊരു കാര്യം അറിയോ? സഞ്ജു സാംസണും എനിക്ക് ഒരേ പ്രായോ. എന്നിട്ട് അവൻ കളിക്കുന്ന ഇന്ത്യൻ ടീമില്, ഞാൻ കളിക്കുന്ന ഈ പന്ന ടീമില്. അത് മാത്രമല്ലടാ, സഞ്ജു കാരണം എനിക്ക് എന്റെ വീട്ടിൽ പോലും കയറാൻ പറ്റിയല്ല. അതെന്താ പ്രശ്നം? എന്നെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്കിപ്പോ സഞ്ജുവിനെയാ. അതിപ്പോ കേരളത്തിൽ എല്ലാവർക്കും സഞ്ജുവിനല്ലേ ഇഷ്ടം. അന്നും പറഞ്ഞു 3 നേരം സഞ്ജുവിനെ കണ്ടുപിടി എന്നാ പറയുന്നത്. അത് മാത്രമാണ്, ഒരാശ്വാസത്തിന് വേണ്ടി ടി വെച്ച് നോക്കിയാൽ അതിലും സഞ്ജു, ഫോൺ എടുത്ത് നോക്കിയാൽ അതിലും സഞ്ജു, രാവിലെ പത്രം വായിച്ചു എടുത്താൽ അതിലും സഞ്ജു. നിങ്ങളിന് പത്രം വായിക്കൂ? ഇല്ല, എന്തെങ്കിലും പൊതിഞ്ഞെടുക്കാൻ പത്രം എടുക്കുമ്പോ അതിലും സഞ്ജു. അതൊക്കെ കണ്ടിന്യൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇന്നോട്ട് ഞാൻ സഞ്ജുവിനോടുള്ള കൂട്ടെല്ലാം നിർത്തി അവനോട് ഞാൻ ടച്ച് ഇട്ട്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഒരു ആശംസ വീഡിയോ അങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ. എന്നെ കൊണ്ടാ? പിന്നെ അല്ലാണ്ട് ചെറുപ്പം തൊട്ട് സഞ്ജുവിനും കൂടെ പഠിച്ചു കളിച്ചു, നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി. നിങ്ങളല്ലാതെ വേറെ ആരല്ല ഇതുപോലെ ചെയ്യാനായിട്ട്? സിമ്പിൾ. ഫെഡറിക് ഡിസൂസ ഫെഡറൽ മെമ്മോറിയൽ ക്ലബിന്റെ ഭാഗമായി നടത്തുന്ന ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ. സെൽഫിയ അടി ഫേസ് ലോക്ക് കണ്ടാ? അടി. ഈ കെട്ടിടത്തിൽ നിന്ന് കളിക്കാൻ പോകുന്ന എല്ലാവരും വേണേ പോയി ജയിച്ചിട്ട്. അല്ല, അതിന്റെ ബാക്കി ബാക്കി കീഴ്ക്കാണാ ഉണ്ടാക്കി വായിൽ പേരും ഉണ്ടാക്കി വെച്ചിട്ട്. നിങ്ങൾക്ക് നല്ലത് ഞാൻ അവിടെ വേർതിരിക്കുന്നില്ല. നീ വേണം കളി കാണും. എന്താടാ? അല്ല, ആനന്ദ ഔട്ടായി. അവനും ഔട്ടായ ക്യാപ്റ്റ അവ ഔട്ടായില്ലേ? ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ? വേണ്ട, ഒരു വള്ളംകളി കഴിഞ്ഞേ ഉള്ളൂ. ഒരു കൊടുങ്കാരനുള്ള സാധ്യത ഞാൻ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് നീ ഇറങ്ങണ്ട, ബാറ്റിംഗ് തന്നേര്. എടാ ഷുക്കൂറേ, നീ പോയി കളിക്കടാ. ഷുക്കൂറേ, അണ്ണൻ പറഞ്ഞ കേട്ടില്ലേ? നീ പോയിട്ട് പെട്ടെന്ന് വാ. പെട്ടെന്ന് വരാനോ? അല്ല, നീ പോയിട്ട് ജയിച്ചിട്ട് വാടാ. ദേ തോറ്റു തുന്നമാടി വരുന്നു നിങ്ങളുടെ മോൻ. ഔട്ടാക്കിയവനെ ചിരിക്കണ്ട. ഈ ബോള് നീ കണ്ടില്ല, അടുത്ത ബോള് ഞാൻ കാണില്ല. 6 മണി അവന് കണ്ണു കാണില്ല, മാലക്കണ്ണാണ്. വന്നു കഴിഞ്ഞാലേ അവനെ കളിയാക്കൊന്നും ചെയ്യില്ല കേട്ടോ. ശരി. അമരത്തിലെ അശോകൻ മടിച്ചു നിൽക്കാതെ കേറി വരിക. എങ്ങനെ ഉണ്ടായിരുന്നു നടുക്കടലിലെ യാത്ര? കളിയാക്കല്ലേ ക്യാപ്റ്റ. ഇതാ കെട്ടിപ്പിടിച്ചു ഞങ്ങൾക്ക് ഉമ്മാരാ കൊണ്ട് കൂടാ അവന്. ഇവിടെ വന്ന് ഒരു ക്യാപ്റ്റൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വിക്കറ്റ് പോയി വരുന്ന പിള്ളേരുടെ ഇമാര് വർത്താനം പറയുന്നത്. അങ്ങനെ പറഞ്ഞു കൊറ. നിങ്ങൾ പറയോ? ഇവിടെ മാറേ അളിയാ, നീ ശരിക്കും നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റർ ആയിരുന്നില്ലേ? പിന്നെ എന്താ പറ്റി നീ പെട്ടെന്ന് ഇങ്ങനെ ഔട്ടായിട്ട് വരണ്ട്? എനിക്കൊരേമടാ, ഞാൻ നല്ലൊരു ബാറ്റ് ഉണ്ടാക്കിയായിരുന്നു ക്യാപ്റ്റ. ഒന്നും കൊണ്ട് വന്നേ, എനിക്ക് നല്ല സംശയമുണ്ട് എന്നെ ആരോ പ്രാഗി ഔട്ടാക്കിയാണെന്ന്. ആ പ്രാഗി അനങ്ങും പോയിട്ടില്ല, എന്റെ തൊട്ട് പുറകെ തന്നെ നിൽപ്പുണ്ട്. ആരാത്? ചെമ്പാ. നീ പ്രാഗി ഔട്ടാക്കിയത്. മല്ലം ചെയ്